എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ നന്ദുവിന്റെ റേസിംഗ് കോമ്പറ്റീഷൻ ദിവസമാണ്. പിങ്കിക്ക് നല്ല ടെൻഷനുണ്ട്, പക്ഷെ എന്നാലും മനസ്സിലൊരു ആത്മവിശ്വാസമുണ്ട്. നന്ദ കൊടുത്ത ഒരു മനോധൈര്യം അത് നന്ദൂട്ടന്റെ മനസ്സിലുണ്ട്. അപ്പൊ അത് മാത്രം മതി അവന് വിൻ ചെയ്യാൻ സാധിക്കും എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കില് ഈ സമയത്ത് ഗൗതം ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും നന്ദി അങ്ങോട്ട് വന്നുകൂടാ. ഒരു പക്ഷേങ്കിൽ അവൾ അങ്ങോട്ടേക്ക് വരും. അവൾ വരണ്ട, തൻ്റെ മോൻ്റെ റേസിംഗ് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് വരണ്ടെന്നൊരു ചിന്തയുണ്ട്. കാരണം പിങ്കി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗതത്തിനോട് നന്ദയും കൂടെ വിളിക്കണം, നന്ദ വരുവാണെങ്കിൽ മോൻ്റെ മനസ്സിനൊരു ആശ്വാസമാകും, അവളും കൂടെ വരട്ടെ എന്നൊക്കെ പറയാം. പക്ഷേങ്കിൽ ഗൗതത്തിന് സ്വീകാര്യമായിരുന്നില്ല. നന്ദ വന്നിട്ട് തൻ്റെ മോൻ്റെ അങ്ങനെ റേസിംഗ് കോമ്പറ്റീഷൻ നടക്കണ്ട, അവൻ വിന്നർ ആവണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് നന്ദുവിനോട് പറയാൻ പറ്റില്ലല്ലോ. നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിന് ഭയങ്കര സങ്കടം വരും എന്നുള്ള കാര്യം പിങ്കിക്ക് അറിയാം. അതുകൊണ്ട് നന്ദുവിനോട് അതിനെക്കുറിച്ചൊന്നും നന്ദ പറയാനായിട്ട് പോയില്ല. അങ്ങനെ രാവിലെ എന്ത് ചെയ്യുവാണ്, ലക്ഷ്മിയമ്മ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വരുവാണ്. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നന്ദുവിനെ പിങ്കി റെഡിയാക്കുവാണ്. അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം എന്ത് ചെയ്യുവാണ്, ഗൗതം പോയി നന്ദുവിന് റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കാനുള്ള ഷൂ ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ്. സ്പോർട്സ് ഷൂ എടുത്തുകൊണ്ട് വരികയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് ഭയങ്കര സന്തോഷമായി. ഇത് എനിക്കാണോ പപ്പ എന്ന് ചോദിക്കാം. അതെ, ഇത് മോന് കോമ്പറ്റീഷൻ പങ്കെടുക്കാനുള്ളതെന്ന് പറയണം. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് താങ്ക്സ് പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതത്തിന് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് വന്നിട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെ ഇനിയൊരു കാര്യം ചെയ്യാം, ഇച്ചിരി നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ വേണ്ടേ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടെ പൂജാമുറിയിലേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ്. ലക്ഷ്മിയമ്മ വിളക്കൊക്കെ വെച്ചു. പിന്നീട് മനമൊരുക്കി പ്രാർത്ഥിക്കുകയാണ് നന്ദുമോന് വേണ്ടിയിട്ട്. അങ്ങനെ നന്ദുമോനെ ആരതേക്ക് ഒഴിയുവാണ്. എല്ലാ കണ്ണുദോഷങ്ങളും മാറിക്കിട്ടി അവന് നല്ല രീതിയിൽ തന്നെ റേസിൽ പങ്കെടുക്കാൻ സാധിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ്. അങ്ങനെ അതിനുശേഷം നന്ദുമോൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും പിങ്കി പറഞ്ഞു, നമുക്ക് ഇറങ്ങണ്ടേന്ന് ചോദിക്കാം. ഇറങ്ങാം, പക്ഷേങ്കിലേ ഒരു കാര്യം ചെയ്യുക, ഡോക്ടർ ആൻറ്റിനെ കൂടെ വിളിക്കാൻ പറയണം. ഇത് കേട്ടതും പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിങ്കി പറഞ്ഞ, അല്ല അത് പിന്നെ മോനെ അതെന്താ ഡോക്ടർ ആൻറ്റിയെ വിളിച്ചാൽ എന്താ, ഡോക്ടർ ആൻറ്റിയും കൂടെ വരട്ടെ, റേസിംഗ് കോമ്പറ്റീഷന് സമയത്ത് വരട്ടെ എന്ന് പറയണം. ഡോക്ടർ ആൻറ്റി മാത്രമല്ല ഗൗരിയും പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, ഇപ്പോഴെന്തിനാ ഡോക്ടർ ആൻറ്റിനെ വിളിക്കുന്നേ, മോനല്ലേ റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പോകുന്നേ, പപ്പായുണ്ട് മോൻ്റെ അമ്മയുണ്ട്, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അതെ, ഡോക്ടർ ആൻറ്റി ഉണ്ടെങ്കിൽ എനിക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഇത് കേട്ടത് ലക്ഷ്മിയും പറഞ്ഞു, മോൻ്റെ പപ്പ ഒന്നുമല്ല ഒരു IPS ഓഫീസറല്ലേ, പിന്നെ എന്തിനാ ഡോക്ടർ ആൻറ്റി സഹായം തേടുന്ന നിൽക്കും, വേണ്ട ഡോക്ടർ ആൻറ്റിയും കൂടെ വരണമെന്ന് പറയാം. കാരണം നന്ദുമോന് കുറെ കാര്യങ്ങളൊക്കെ നന്ദ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഓഡിയോ ഒക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെവി വെച്ച് കേട്ടോണ്ടിരുന്നാൽ മതി, മനസ്സിന് നല്ല ധൈര്യം കിട്ടും. കാരണം ഓരോ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു അതിനകത്ത്. അവൻ്റെ മനസ്സിനാണ് ബലം കൊടുക്കണ്ടേ, കാലിന് അവന് ഒരു കുഴപ്പമില്ല, അവന് മനോബലമാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പം അത് കൊടുക്കാനാണ് നന്ദ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ നന്ദമോൻ്റെ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞതേ ഇവിടെ ഒരു ഡോക്ടർ ആൻറ്റിനെയും വിളിക്കുന്നില്ലെന്ന് പറയണം. ഈ സമയം പിങ്കി പറഞ്ഞു, ഇതേ ഗൗതം ഇങ്ങനൊന്നും പറയലും മോൻ്റെ കേൾക്കല്, അവന് നല്ല വിഷമമാവെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അതെ അമ്മ വിളിച്ചാൽ മതി എന്ന് പറയണം. അമ്മ വിളിച്ചാൽ ഡോക്ടർ ആൻറ്റി വരും, എൻ്റെ മത്സരം കാണാൻ വരുമെന്ന് പറയണം. ഇത് കേട്ടപ്പം മോഹിനി പറഞ്ഞു, വന്ന് അവൻ നന്ദുമോനെ കയ്യിലെടുത്തേക്കുവാണല്ലോ അവളങ്ങോട്ട്, എന്തിനും ഏതിനും ഇപ്പം നന്ദുമോൻ ഇപ്പം അവള് വേണമെന്നായി അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അല്ലെങ്കിലും അതെ അവൾക്ക് പണ്ടേ അങ്ങനെയാണല്ലോ, ആ കാര്യത്തിലൊരു മിടുക്കാണല്ലോ എന്ന് പറയണം. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, ഇതെൻ്റെ മോൻ്റെ കാര്യമാണ്, അവൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്താ അത് ചെയ്തു കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കണമെന്ന് പറയാം. ഗൗതം പറഞ്ഞു, അങ്ങനെ ഒരു സന്തോഷം കിട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു, അവന് മനസ്സിന് നല്ല ബലം കിട്ടണമെങ്കിൽ മനോധൈര്യം കിട്ടണം നന്ദ പറഞ്ഞെന്ന് പറയാം. ഓഹോ അങ്ങനെയാണോ, അങ്ങനെ എൻ്റെ മോൻ റേസ് വിൻ ചെയ്യേണ്ടെന്ന് പറയണം. അവനുള്ള മനോധൈര്യം മതി, അവൻ ആ ഉള്ള മനോധൈര്യം വെച്ചിട്ട് അങ്ങോട്ട് പങ്കെടുത്താൽ മതി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദുവിന് നല്ല സങ്കടവും ദേഷ്യം വന്നു. നന്ദു പെട്ടെന്ന് തലയിലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വലിച്ചെറിയുവാണ്. ഞാനൊരു റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. പിങ്കി പറഞ്ഞു, കണ്ടില്ലേ അവൻ പോയത് കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്, എന്തിനാ വെറുതെ അവനെ വാശി ഒഴിപ്പിക്കുന്നത്, അവൻ്റെ വാശി അറിയാവുന്ന കാര്യമല്ലേ. ഗൗതത്തിന് ഇത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവൻ്റെ എത്ര കാലത്തെ ആഗ്രഹമാണെന്നറിയാമോ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ പങ്കെടുക്കാന്ന് വെച്ചാൽ. ശരിക്കും പറഞ്ഞാൽ നന്ദ ഇങ്ങോട്ട് വന്ന് അവൻ്റെ കാല് നോക്കിയതിന് ശേഷമല്ലേ അവൻ ഇത്ര ഓടാനും ചാടാനും ഒക്കെ തുടങ്ങിയത്. അതുവരെ ബ്രേസേഴ്സ് ഇട്ട് മാത്രം നടന്നുകൊണ്ടിരുന്ന അവനല്ലേ. അതുകൊണ്ട് എന്താ ഗൗതം ഇങ്ങനെ, ഗൗതത്തിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, മോനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഗൗതത്തിന്റെ ഈഗോ, ഗൗതം പിടിക്കുന്നാടും ജയിക്കണം, മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, അതിന് വേണ്ടിയല്ലേ ഗൗതം ഇപ്പൊ ഈ കുഞ്ഞിനോട് ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിക്കാം. മോനെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക, അവന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറയാണ്.
ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, അതെ എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞില്ലോ, ഞാൻ മോൻ്റെ കാര്യത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കിപ്പോൾ എല്ലാത്തിനേക്കാളും വലുത് അവനാണ്. അവന് വേണ്ടിയിട്ട് ആരുടെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാ. ഗൗതം വിളിക്കണമെന്ന് ഞാൻ പറയണില്ല, ഞാൻ വിളിച്ചോളാം. പക്ഷെ ഗൗതം സമ്മതിച്ചാൽ മാത്രം മതിയെന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം ഒന്നും മിണ്ടില്ല. അപ്പം തന്നെ ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, അവൻ പിണങ്ങി പോയിരിക്കുക, അവൻ്റെ സ്വഭാവം അറിയാലോ. പിണങ്ങി പോയി കയറി കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുന്നേക്കത്ത് പോലില്ല. ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പം നന്ദെങ്കിൽ നന്ദ ആരുടെ കാല് പിടിച്ചിട്ടാണല്ലോ ശരി, അവനെ കോമ്പറ്റീഷൻ പങ്കെടുപ്പിക്കണമെന്ന് പറയണം. അവസാനം ഗൗതം പിങ്കിയോട് പറഞ്ഞു, എന്ത് വെള്ളം ചെയ്യാനൊക്കെ പറയണം. ആ സമയത്ത് വല്ലാത്ത സങ്കടത്തിലാണ് ഗൗരിമോള്. കാരണം നന്ദുവിൻ്റെ റേസിംഗ് കോമ്പറ്റീഷനാ. അതിനകത്തൊന്ന് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല. അത് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്കിൽ കാണാൻ പോലും പോകാൻ പറ്റില്ല. അമ്മയാണ് കൊണ്ടുപോകത്തുമില്ല. അപ്പോഴേക്കും നന്ദ അങ്ങോട്ടേക്ക് വന്നു. നന്ദേനെ കണ്ടതും ഗൗരിമോള് പറഞ്ഞു, അതെ നമുക്ക് ആ ഇത് കാണാൻ പോയാലെന്ന് ചോദിക്കണം, റേസിംഗ് കോമ്പറ്റീഷൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നന്ദ പറഞ്ഞു, നമ്മൾ പോകാനോ? അതെ നമ്മൾ പോയാലും എന്താ കുഴപ്പം? നമ്മൾ പോയിട്ടുണ്ടെങ്കിലേ നന്ദുവിൻ്റെ പപ്പായ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയാം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അതിനിപ്പോൾ അവരുടെ വീട്ടിൽ വെച്ചൊന്നും അല്ല നടത്തുന്നേ, അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് സ്റ്റേഡിയത്തിൽ വെച്ചല്ലേ? സ്റ്റേഡിയത്തിൽ ആർക്ക് വേണമെങ്കിലും പോവാലോ, നമുക്ക് അവിടെ മാറിപ്പോയെന്ന് കണ്ടാൽ എന്താ കുഴപ്പം? നന്ദ പെട്ടു. കാരണം കുഞ്ഞാണെങ്കിലും അവൾക്ക് നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്, അതാണ് അവൾ അങ്ങനെ പറയണേ. പെട്ടെന്ന് നന്ദ പറഞ്ഞു, വെറുതെ നമ്മളെന്തിനാ? നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിലേ നന്ദുവിന് നല്ല ആത്മവിശ്വാസമായിരിക്കും, അവൻ ഉറപ്പായിട്ട് റേസിൽ പങ്കെടുക്കും. പക്ഷെ നമ്മൾ എന്നില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമമായിരിക്കും എന്ന് പറയണം. ആ സമയത്താണ് പിങ്കിയുടെ കോള് നന്ദയ്ക്ക് വരുന്നത്. നന്ദ കോളെടുത്തു. എന്താ പിങ്കി, നന്ദുമോൻ എന്ത് ചെയ്യുക എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ അവൻ റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നില്ലെന്നും പറഞ്ഞ് മുറി പോയി കിടക്കുവാന്ന് പറയണം. അതെന്താ? നന്ദനെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അവൻ ഒരേ വാശിയായിരുന്നു. ഗൗതം ഒട്ട് സമ്മതിച്ചില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് വിഷമമായിപ്പോയി. ഈ സമയം പിങ്കി പറഞ്ഞു, എങ്ങനെയെങ്കിലും നന്ദ അവനോടൊന്ന് പറ, അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇനിയിപ്പം ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഫോൺ കൊണ്ടേ അവന് കൊടുക്കാൻ പറയണം. അങ്ങനെ പിങ്കി ഫോണും കൊണ്ട് എല്ലുവാണ് നന്ദുവിൻ്റെ ഇടയിൽ. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ആൻറ്റി വിളിക്കണമെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ നന്ദു കോള് വാങ്ങി. ഹലോ ഡോക്ടർ ആൻറ്റി എന്ന് പറയണം. അതെ മോനവിടെ എന്തെടുക്കുക, ഇറങ്ങിയാന്ന് ചോദിക്കണം. ഇല്ല. അതെന്താ? ഡോക്ടർ ആൻറ്റി റേസിംഗ് കോമ്പറ്റീഷൻ കാണാൻ വരുമോ? അല്ല അത് പിന്നെ ഞാൻ ഡോക്ടർ ആൻറ്റി വന്നാലോ ഞാൻ കോമ്പറ്റീഷൻ പങ്കെടുക്കാനായിട്ട് അങ്ങോട്ട് വരുവോളെന്ന് പറയണം. അവസാനം നന്ദയ്ക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു, വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ നന്ദുവിനോട് പറഞ്ഞു, ഡോക്ടർ ആൻറ്റി ഗൗരിയും വരാം കേട്ടോ, മോൻ അങ്ങോട്ട് സ്റ്റേഡിയത്തിലേക്ക് വരാനായിട്ട് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യണം, ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും നന്ദു ഓടിച്ചെന്ന് പിങ്കിനെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെയും കൊണ്ട് ഗൗതം പിങ്കിയും കൂടെ സ്റ്റേഡിയത്തിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയും ഗൗരിയും അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദു ഓടി നന്ദയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. നന്ദേനെ പോയി കെട്ടിപ്പിടിക്കുവാണ്. കെട്ടിപ്പിടിച്ചപ്പോൾ നന്ദ പറഞ്ഞു, അതെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഡോക്ടർ ആൻറ്റി ഗൗരി എല്ലാവരും കൂടെ ഉണ്ട്, മോനോ ഓടാൻ പറ്റും. ആൻറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. വീട് വന്നൊരു പേടിയേ വേണ്ട, മുട്ടിന് ബലം കൊടുക്കാതെ മോനെ ഓടിക്കണം, മനസ്സിനാണ് നമ്മൾ ബലം കൊടുക്കണ്ടേ. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, ശരിയെന്ന് പറയണം. പിന്നെ ജയിക്കോ തോൽക്കോ എന്നുള്ള പ്രാധാന്യം, മോനെ ഓടാൻ സാധിക്കുന്നുണ്ടല്ലോ മോനെ പോലെയുള്ള കുട്ടികളെല്ലാവരും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് മോൻ ഒരു ടെൻഷൻ വേണ്ടാന്ന് പറയണം. അങ്ങനെ അവന് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് പിങ്കി അരിയിലുണ്ടായിരുന്നു. പിങ്കിക്ക് സന്തോഷം സമാധാനമേ. ഒരുപക്ഷെ ഇപ്പം അവൻ്റെ മനസ്സിലൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഗൗതത്തിന് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഗൗതം മാറി അങ്ങോട്ട് നിൽക്കുകയാണ്. പക്ഷേ നന്ദ ഗൗതത്തിനെ മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല. അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും ഭാവിച്ചില്ല. അങ്ങനെ അവസാനം നന്ദമോനെ റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് ഉള്ളുരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നന്ദ, അതുപോലെ തന്നെ പിങ്കി. രണ്ടമ്മമാരുടെ നടുവിൽ നന്ദമോൻ ഇങ്ങനെ കളിക്കാനായിട്ട് ഒരെണ്ണം പെറ്റമ്മേ ഒരെണ്ണം പോറ്റമ്മേ എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ നന്ദമോൻ ഗെയിം കളിക്കാനായിട്ട് തുടങ്ങുവാനോ. അപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം അവൻ ജയിക്കുമോ തോൽക്കുമോ. ഉറപ്പായിട്ടും ജയിക്കും. കാരണം അവൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അവന് വിന്നർ ആവണമെന്നുള്ള റേസിംഗ് കോമ്പറ്റീഷനിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.